താങ്ക് യു. ഓ ആൻസൂട്ടൻ ടൂറ് പോവാണ് കേട്ടോ. ഒരു വണ്ടി ഹോണടിച്ച് പോയപ്പോഴത്തേക്ക് ആൻസൂട്ടനോട് കിടന്ന് മരിക്കാൻ തുടങ്ങും. എൻ്റെ ബസ്സും കണ്ടാ വന്നേന്നും പറഞ്ഞു. ഒരാൾക്ക് നോക്കിയാൽ കിട്ടുമോന്ന് അറിയാം. ഏത് വണ്ടിയല്ല നീ നിന്റെ കൂടെ പോണ പിള്ളേർ ബ്രെഡിൽ ജാം തേച്ച് ഒട്ടിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്നും ഇസ്കി തിന്നുന്ന ആൻസൂട്ടൻ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കയറിയില്ലേ? അപ്പം ഇന്നതാ വെളുപ്പിന് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ആര്? ഞാനല്ല, ഞാനാ. കാരണം എന്താണെന്നറിയാവോ? ആൻസ് കുട്ടൻ ടൂർ പോവുകയാണ് സുഹൃത്തുക്കളെ, സ്കൂളിൽ നിന്നും. എങ്ങോട്ട് പോകുന്നു? വണ്ടർല. അതിൻ്റെ സന്തോഷത്തിൽ ഇന്നലെ കിടന്നുറങ്ങിയില്ല. ഇന്നലെ ഉറങ്ങാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് ഉറങ്ങാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നാളെ വണ്ടർല പോകുന്നതുകൊണ്ട് തന്നെ ഹാർട്ട് പുളിക്കുവാന്ന്. ഹാർട്ട് കിടന്ന് പുളിക്കുവാന്ന്. അതെന്തോ ഈ ഹാർട്ട് പുളിക്കുന്നതെന്ന് മാത്രം മനസ്സിലായില്ല. എങ്ങനെ ഈ പുളിക്കണേന്നൊന്ന് പറയാവോ? പിന്നെ എണീറ്റ് കിടക്കുവായിരുന്നാ? ഹാർട്ട് കിടന്ന് പുളിക്കുവാന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. മധുരിക്കുവാണെങ്കിൽ പിന്നെയും വേണ്ടില്ല, ഇച്ചിരി കടിച്ച് തിന്നായിരുന്നു. ഈ പുളിക്കണോണ്ട് തന്നെ. ഈ പുളിക്കണ എങ്ങനെയാടാ? എന്നാലും ഒന്ന് പറഞ്ഞേ, നിനക്ക് തോന്നിയത് എന്താ ഈ പുളിക്കണേന്ന്? പുളി തിന്നും പോലെ തോന്നുവാ? വല്ലാത്ത ജാതി. ഞാൻ രാവിലെ പോവാൻ വേണ്ടിയിട്ട് ഇതേ പയറൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂച്ചക്കുഞ്ഞിനാണെങ്കിൽ ഫുഡൊക്കെ രാവിലെ വെളുപ്പിനെ കൊടുത്തു. ഇതിപ്പോൾ പട്ടിയുടെ തീറ്റ കൊണ്ടുവന്നിരുന്ന പൂച്ചക്കുഞ്ഞാന്ന് പറയും പോലെ. അത് രാവിലെ വിശക്കുമെന്ന് പറഞ്ഞ് കുത്തി തീർന്നിരുന്നു. എടാ വയറിരിക്കണതൊക്കെയാടാ അതിൻ്റെ രണ്ട് സൈഡ് വീർത്തിരിക്കുന്നു. ഈ ആനസൂട്ടനോട് ഈ പയറും ഒരുക്കിത്താടാന്ന് പറഞ്ഞിട്ട് ആനസൂട്ടൻ പയറും ഒരുക്കി തന്നില്ല. പയറൊരുക്കി തരുവാണെങ്കിൽ പിന്നെ വണ്ടി കയറ്റി വിടാനായിട്ട് അങ്ങ് പോവായിരുന്നു, ടൂറ് പോവാൻ. അതെങ്ങനെ ശരിയാവണം? വേടിയായൊക്കെ പിടിക്കണ്ടേ? അപ്പം ആൻസർ എല്ലാ വർഷവും വീഡിയോ എടുക്കണതാ? എല്ലാ വർഷവും വീഡിയോ എടുക്കുന്നതാ? വീഡിയോ എടുക്കാൻ വരാൻ. അത് ഈ വണ്ടർലായിൽ പോയിട്ട് എപ്പോൾ വരും? മങ്ങാട്ടോട് എത്താറാകുമ്പോൾ ഒന്ന് വിളിച്ചു പറയാൻ പറയണം സാറിനോട്. ഗ്രൂപ്പിലേക്ക് ഇടാൻ എന്തേലും പറയണം കേട്ടോ. എന്നാലേ അവിടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഏത് ബസ്സിലാണ് പോകുന്നതെന്ന് വല്ല അറിയാവോ? പറഞ്ഞോ? എന്നാലും ഇതെങ്കിലും നോക്കാൻ പറ്റുള്ളൂ. സിംപ്ലി ട്രാക്ക്. നിങ്ങൾ 4-ാം നമ്പർ ബസ്സിലാണോ പോണേ? എങ്കിൽ പിന്നെ സിംപ്ലി ട്രാക്ക് നോക്കിയാൽ കിട്ടുമോന്ന് അറിയാം. ഏത് വണ്ടിയല്ല? നീ നിന്റെ കൂടെ പോണ പിള്ളേരുടെ കൂടെ നിക്കാവുള്ളൂ കേട്ടോ. നീ ആരുടെ ഗ്രൂപ്പിലാ? നിന്റെ കൂടെ വരുന്നത് ഏത് സാറൊക്കെയാ? അപ്പൊ ഡിയിലെ ബിയിലെയൊക്കെ ടീച്ചേഴ്സ് കാണും. ഏത് ടീച്ചറാ? അറിയില്ല. പിന്നെ ഏത് ക്ലാസ്സാ? സിയോ? 7ഓ? 6th 7ഉം കൂടെ പോണേ? അപ്പൊ 7th ടീച്ചർ ഏതാ?
ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടോടാ? ടൂറിസ്റ്റ് ബസ്സാണോ അതോ നിങ്ങളുടെ ബസ്സാണോ? ഭാരത് ബെൻസ് ആണോ നിങ്ങളുടെ ബസ്? ഒരു വലിയ ബെൻസിലൊക്കെയാ പോകുന്നത്. എന്നാ അതാ കേട്ടിട്ടാടാ. എടാ നിന്നോട് തിന്നാനല്ലടാ പറഞ്ഞത്. ഇവൻ കുറച്ച് സാധനങ്ങളൊക്കെ ബാഗിനകത്തൊക്കെ ആക്കി കൊണ്ടുപോകാനാ. എന്നെല്ലാം പാക്ക് ചെയ്തോ? തോർത്തൊക്കെ എടുത്തോ? ഈ ഉടുപ്പിട്ടോണ്ടാണോ പോണേ? ഇതിൻ്റെ മുകളിലേക്ക് യൂണിഫോം ഇടുവോ? അപ്പം ഡാർക്ക് കളർ ഉടുപ്പിടാൻ പറഞ്ഞിട്ട് നീ ലൈറ്റ് വെള്ളത്തിൽ മുങ്ങി കഴിയുമ്പോൾ ഉള്ളിൽ കിടക്കണമെന്നും കാണാതിരിക്കാൻ. ലൈറ്റ് കളറാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ശരീരം മൊത്തം കാണൂലടാ. ഇവന് സ്നാക്സ് ആയിട്ടൊരു പാക്കറ്റ് പക്കാവടയും കടയിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്തു. ലൈസ് എടുത്തുകൊണ്ട് കൊടുത്തു. അവന് ലൈസ് വേണമെന്നും പറഞ്ഞ് ലൈസ് കൊടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പാക്കഡ് ആയിട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞു. ഞാൻ ബ്രെഡും ജാമും കൊണ്ടു കൊടുത്തു. ഇന്നലെ പപ്പ പോക്കറ്റ് മണി മാത്രമേ ഞാൻ കൊടുക്കുമെന്നും പറഞ്ഞു. ആൻസോട്ടിന് അപ്പതേ ബ്രെഡും ജാമൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ബ്രെഡും ജാമും സെറ്റ് ഇവിടെ വന്നിരുന്ന് സെറ്റ് ചെയ്യാം. എന്നാൽ പിന്നെ കാണുമെങ്കിലും ചെയ്യാം. കാണാത്തോടത്ത് വന്നിരുന്ന് സെറ്റ് ചെയ്ത് ആളുകൾ എന്തെങ്കിലും കാണുമോ? അങ്ങനെ സമയം 6 ആയിരിക്കുകയാണ്. 6 എങ്ങനെ കാണാൻ? ഇവിടെ കയറിയിരിക്കും. ഇങ്ങോട്ട് പോകും. ഈ 2 ഉള്ളോ? ആ പിന്നെ അതിങ്ങ് എടുക്ക. അതെങ്ങനെ ശരിയാവും? ഇല്ല ചായ ഇടണേപ്പാ. ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. നീ ജാമ് പുരട്ടുവാണോ അത് തിന്നുവാണോ? പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഫോണ് ചാരി വെക്കുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. മോട്ടർ അടിച്ചു, 6 മണിക്കൂർ അടിച്ചു. വെള്ളം ചാടിയല്ല നോക്കിയില്ല, വെള്ളം ചാടിയില്ല. എന്നിട്ട് രണ്ടാമത് ഞാൻ ഇതിൻ്റെ പാത്രം കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളമില്ല ടാങ്കിൽ. അപ്പം ഞാൻ നോക്കി ഇത് എവിടെ പോയി. രണ്ടാമത് ഞാൻ കയറി നോക്കും. അന്നേരം മറ്റേ കുഞ്ഞേട്ടനായിട്ടും പണിയുണ്ടായി. എടാ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ ഐസത്തെ കാര്യമായിട്ടൊന്നും ആ പൊട്ടങ്ങൾ ചുമ്മാ അടിച്ചേക്ക് പോകുന്നു. വെള്ളം കയറണോ ഇല്ലെന്ന് അറിയില്ല. പിന്നെ രാത്രി അങ്ങനെ ഞാൻ നോക്കും, പാത്രമൊന്നും കഴിയില്ല. സാധനം ബ്രെഡിൽ ജാം തേച്ച് ഒട്ടിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്നും ഇസ്കി തിന്നുന്ന ആൻസ് കൂട്ടൻ. ഇത് മതിയോ രാവിലത്തേക്ക്? വിശക്കൂലടാ? ഒരെണ്ണം എടുക്കടാ. കൂടെയുള്ള കൊച്ചെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനെങ്കിലും ഒരെണ്ണം എടുത്തോണ്ട് പോടാ. ഇങ്ങനെ പിശുക്കല്ലേടാ. എന്തൊരു പിശുക്കനാ. ഇങ്ങനെ വിശുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടീശ്വരനാകാലോ. ഇറങ്ങിപ്പോണോ? ഇറക്കി വിടാമല്ലോ.
പൊക്കോ. ആ പോ. വെരി ഗുഡ്. ഗുഡ് ബോയ്യാ. ബൊമ്മാസ് കൂവി. ദാറ്റ് ഈസ് പൊടിച്ചായ. എടാ നിന്റെ ബ്രെഡും ജാമൊക്കെ അടച്ചു വെക്കടാവേ. മടി പിന്നെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. കേടായി തുടങ്ങി. പൊട്ടിയാടൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം കുപ്പിയൊന്നും കൊണ്ട് കളയരുത്. ചേട്ടാ അവിടെ പോവാ. പൂട്ടി ഞാനിപ്പോ പൂച്ച കരഞ്ഞപ്പോ ഇറക്കി വിട്ടതാ മുള്ളാൻ പോവാൻ. കടയിൽ നിന്ന് എടുത്തോണ്ട് കൊടുത്ത പപ്പ. അതേ പോണോ എൻ്റെ മേത്തേക്കാണോ പക്കാവട? ഇത്ര വലിയ കൂടൊക്കെയാണോ? പൈസ വായിക്കുന്നെടുത്തോ. ആൻസൂട്ടൻ ടൂറ് പോവാണ് കേട്ടോ. ഒരു വണ്ടി ഓണടിച്ച് പോയപ്പോഴത്തേക്ക് ആൻസൂട്ടനോട് കിടന്ന് മരിക്കാൻ തുടങ്ങും. എൻ്റെ ബസ് എങ്ങാണ്ട വന്നേന്നും പറഞ്ഞു. എനിക്ക് വയ്യ. എങ്ങനെ പോയാലും ഒരു 7:30 ആകാതെ ഒന്നും എത്തൂലടാ. ആൻസൂട്ടൻ അങ്ങനെ ടൂറ് പോയിട്ട് മൂവാറ്റുപുഴയിൽ എത്തിയിട്ടുണ്ടെന്ന് സ്കൂളിൽ നിന്ന് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ തൊടുപുഴ എത്തും. അപ്പം ഞങ്ങൾ പോയിട്ട് ആൻസൂട്ടനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോവാം കേട്ടോ. ടൂറിനൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയെന്നൊക്കെ കാണാം നമുക്ക്. അപ്പം നമ്മൾ ആൻസൂട്ടനെ കൊണ്ടുവരാനായിട്ട് പോവാണ് കേട്ടോ. രാത്രിയായിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം അല്ല, നോക്കട്ടെ. എനിക്ക് എൻ്റെ മൊബൈലിനകത്ത് സമയം എപ്പോഴാണെന്നൊരു പിടുത്തവും ഇല്ല. ഫോണിൻ്റെ 7:26. നമ്മൾ പട്ടയംകവലയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം സാറ് പറഞ്ഞു സ്റ്റാർട്ട് ഒരു 15 മിനിറ്റുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ പട്ടിമറ്റത്തെത്തിയപ്പം ഒരു അപ്ഡേഷൻ അവരുടെ ഗ്രൂപ്പിലിട്ടു. പിന്നെ മൂവാറ്റുപുഴ വണ്ടി എത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജോടെ അവരുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മൂവാറ്റുപുഴ എത്തിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കടയിലായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് നേരെ വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ വണ്ടി എടുത്ത് നമ്മളിതാ തൊടുപുഴ പോവുകയാണ്. തൊടുപുഴ മങ്ങാട്ടുകവല എന്ന് പറയുന്ന ഭാഗത്താണ് ആൻസൂട്ടൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ടൂറൊക്കെ പോയി എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് വരുന്ന ആൻസൂട്ടനെ നമുക്ക് നോക്കാം. എങ്ങനെ ഏത് കോലത്തിലാകും എന്താകും ഇന്നലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആൻസൂട്ടൻ നേരത്തെ വന്ന് കിടന്ന്
ഉറങ്ങാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ മുതലക്കുളത്ത് ഇതേ സ്റ്റാറൊന്നും അടിച്ചു വെച്ചിട്ടില്ല. ആ കടയിൽ ട്രീയ സ്റ്റാറൊക്കെ ഉണ്ട് ചേട്ടാ. ഇതേ ഹോട്ടൽ അവന്യൂവിൽ അതുപോലെ സ്റ്റാറൊക്കെ അവർ റിമൂവ് ചെയ്തു കേട്ടോ. സ്റ്റാർ മാറ്റിയിട്ടില്ല, തെളിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കടകളൊക്കെ. മുതലക്കുളത്ത് കടകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒന്നും അടച്ചിട്ടൊന്നുമില്ല. 7:30 ആയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ മുതലക്കുളം പള്ളി ഭണ്ഡാരക്കുറ്റിയുടെ ഒക്കെ ഭാഗമാണ്. നല്ല തിരക്കാണ് കേട്ടോ, ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ് ഈ ഭാഗത്തോടൊക്കെ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് മഴ പെയ്തിട്ടോ, അത് ഭയങ്കര രസമായി പോയേ. പിന്നെ മുതലക്കട നമ്മുടെ എന്ത് മഴ പെയ്തു? ഇന്ന് ഒന്ന് തൂളി പോയതിന് മഴയാണോ അത് പറയുന്നത്? ആ അത് മഴയല്ലേ, പിന്നെ തൂളിയതാണേലും മഴയാണല്ലോ. അത് ഉള്ളത് കൂടെ കരിയാൻ വേണ്ടി ഇരിക്കാൻ മഴ പെയ്തു, അത്ര തന്നെ. ഉള്ള കിണറ്റിലെ വെള്ളം കൂടെ പറ്റാൻ വേണ്ടിയുള്ള മഴ, അത്ര തന്നെ. പിന്നെ നമ്മുടെ ഇടവക പള്ളിയിൽ പള്ളി പെരുന്നാളാണ്. അപ്പൊ അതിന്റെ അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കാന്ന് ഓർത്തോണ്ടൊക്കെ ഇരുന്നതാ. അപ്പം ഇനിയിപ്പോ നാളെ എടുക്കാം. ഇതിനിപ്പോൾ ആൻസൂട്ടറിന്റെ ഒരു ടൂർ പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നു. മുമ്പ് ഒരു വണ്ടി പോകുന്നുണ്ട്, അതിൽ ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട്, ഒന്നുമേ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ദാ കടകളൊക്കെ ഓപ്പൺ ആണ്. നമ്മൾ സ്ഥിരം മീൻ വാങ്ങുന്ന ഗുലാന്റെ കടയൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ. ആൾട്ടോ. അപ്പം ഇങ്ങനെ കടകളൊക്കെ കാണുമ്പോൾ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ വാങ്ങാൻ തോന്നും. അതെനിക്ക് മാത്രം തോന്നുന്നതാണോ എന്നറിയില്ല. ദേ ഇലൂമിനേഷൻ ബൾബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു, നിലവിൽ ഞാനിപ്പോൾ ഏത് ഫോണിലാണ്. അതെ, ടോപ്സിയ ടോപ്പ് കടയിലൊരു ടോപ്പാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത്. അപ്പോൾ അതെ പേരൻസൊക്കെ വന്ന് മങ്ങാട്ടുകോലയിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ, കുട്ടികളെ കൊണ്ടുപോകാൻ. അപ്പം ഞങ്ങളും വന്നിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. ചെറിയ ക്ലാസ്സിലെ പിള്ളേരെയും കൊണ്ടൊക്കെ ബസ്സൊക്കെ വന്നു. മങ്ങാട്ടുകോലയിലെ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിതിരിക്കുന്നുണ്ടോ. അപ്പോൾ വണ്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എൻ്റെ പല്ലെടുത്ത ആശുപത്രിയാണത്, ഡോക്ടർ ഫിറോസ് ഡെൻ്റൽ ഹബ്ബ് തൊടുപുഴ മങ്ങാട്ടുകവല. ഇപ്പോൾ വൈകുന്നേരമായ ബസ്സൊന്നും സ്റ്റാൻഡിൽ കയറാതെ അങ്ങ് ഇറങ്ങി പോകത്തേ ഉള്ളൂ. ജസ്റ്റ് ബസ് കയറി ഇറങ്ങി പോകുന്നൊരു സ്റ്റാൻഡാണ് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ്. ഓൺലി പ്രൈവറ്റ് ബസ്. നിറച്ച് വണ്ടിയാണ്, ഇത് മുഴുവൻ പേരൻസിൻ്റെ വണ്ടിയാണ്. താങ്ക് യു. ഓ ലൂസാക്കാൻ പറ്റില്ലേ? ആ ഓ അന്നൊരു ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുത്തല്ലോ. നമുക്ക് വീട്ടിൽ ചെന്ന് എടുക്കാറുണ്ടോ ഗിഫ്റ്റൊക്കെ? ഓ അമ്മ വഴി എടുത്ത് കൊടുത്തല്ലേ അവൻ. അതെ എനിക്ക് തന്നെ കൊള്ളാലോ അവൻ. ഇപ്പം ഭയങ്കരനാ. എന്നത് വാങ്ങാനാ? എനിക്ക് കമലമാലയൊന്നും വേണ്ട. ഓ എന്നാലും നീ തൊപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ലോ. എന്റെ അവിടെ ഡ്രസ് ഉണ്ടായിരുന്നു, പാവയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 500ന്റെ മുകളിൽ തൊപ്പി. അത് നല്ല റെഡ് കളർ തൊപ്പി. അപകടം അടുക്കരുത്. എവിടെ നോക്കിയാലും കാണണം. ഓ ആൻസൂട്ടറിന്റെ സമ്മാനം. എനിക്ക് വയ്യ പൊന്നോ. ഇരിക്കണ ഇരിപ്പ് നോക്കുന്നിട്ട്. ആകാശവാണി ഉണ്ടായിരുന്നു, നാടുകാണി. ഒരു നാടുകാണി ഒന്നല്ല, എന്താ റൈഡാ. അതിലിങ്ങനെ ഇരിക്കുമ്പോ അതിങ്ങനെ കുറഞ്ഞ ഏറ്റവും മുകളിൽ പോകും. താഴേക്ക് തന്നെ സ്പീഡ്. അടിപൊളി. മറ്റേ സാധനം മറ്റേ ഇതില്ലേ ആകാശകുഞ്ഞാല്, അതൊരു ഭാഗത്തിന് 1 ഇഞ്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആനസൂട്ടറിൻ്റെ ബസ്സൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്.